ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താന്ന് വെച്ചാൽ മണ്ണും വളവും ഒന്നുമില്ലാതെ നമുക്ക് ബോൾസൻ ചെടി ഈസി ആയിട്ട് വെച്ചുപിടിക്കാം. ബോൾസൻ ചെടി തന്നെയല്ല കേട്ടോ, 10 മണിച്ചെടി, ഇതൊക്കെ നമുക്ക് ഒരു തുള്ളി മണ്ണ് പോലും വേണ്ട, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇപ്പം ഈ ഒരു സമയത്ത് 10 മണിച്ചെടിയിൽ പൂക്കൾ കുറവല്ലേ. അപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് നമുക്ക് 10 മണി ഉള്ളവരൊക്കെ അതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെടിച്ചട്ടികളിലൊക്കെ ഒരു മണ്ണില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. എല്ലാവരും ഇനിയും ഒരു തുണ്ട് കട്ടിങ്സ് ആണെങ്കിലും കിട്ടുവാണെങ്കിൽ, അതായത് പിന്നെ നമ്മുടെ ഈ ബോൾസൻ ചെടിയുടെയോ 10 മണി ചെടിയുടെയോ ഒക്കെ കട്ടിങ്സ് കിട്ടുവാണെങ്കിൽ ഇതുപോലെ കൊണ്ടുവച്ചിട്ട് ചകിരിച്ചോറും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും, ചാണകപ്പൊടി വേണ്ട, ഇത് മൂന്നും വെച്ചിട്ട് കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും, നിറയെ ബ്രാഞ്ചസ് ഉണ്ടാവും. അതുകൂടി എല്ലാം കൂടെ കൂട്ടിയുള്ളൊരു മിക്സ് മതി, ഒരു തുള്ളി മണ്ണ് നമുക്ക് വേണ്ട. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് ഞാൻ ഒന്ന് കാണിക്കാവേ. ഇത് നോക്കി ഉണ്ടോ, നല്ലതായിട്ട് പൂവും വന്നിട്ടുണ്ട്. നമ്മളൊരു തുള്ളി മണ്ണ് ഇതിനകത്ത് ചേർത്തിട്ടില്ലെന്നുള്ളതാണ് ഒരു വാസ്തവം. കണ്ടോ, ഇതുണ്ടോ, ഇത് ചകിരിച്ചോറാണ്. ഉണ്ടോ, ചകിരിച്ചോറായത്. ഈ ചകിരിച്ചോറിലാണ് ഞാൻ വെച്ചേക്കുന്നത്. പക്ഷേ കണ്ടോ, അതേ പുതിയ തളിർപ്പുകൾ വരുന്നുണ്ട് ഇതിന്. കണ്ടോ, ഒരു കുഞ്ഞു തണ്ടും അതിൻ്റെ കൂടെ വെച്ചു, അതും പിടിച്ചു, ഇതും പിടിച്ചു. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ആ ചകിരിച്ചോറിലാണ് വെച്ചേക്കുന്നത്. കണ്ടോ, തുള്ളി മണ്ണില്ല, ഫുൾ ചകിരിച്ചോറാണ്. കണ്ടോ, നമുക്ക് ഇത് കണ്ടോ, ഇപ്പം തന്നെ ഈ ഒരു വെള്ളമയം മതി ഇതിന്. നമുക്ക് നല്ലതായിട്ട് ഒരുമാതിരി ഡ്രൈ ആയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ. വെയിലത്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു വെള്ളമയം നോക്കിയിട്ട് മാത്രം ഒഴിച്ചാൽ മതി. ഇതിനടിയിൽ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് എന്താ പറയുക, നമ്മുടെ ഇഷ്ടിക പീസോ കല്ലിൻ്റെ പീസോ എന്ത് വേണമെങ്കിലും ആകാം, ഒന്ന് ഇട്ട് കൊടുക്കുക. അതായത് ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഇല്ല, ഇത് ഞാൻ ഇതുപോലെ തന്നെ ചകിരിച്ചോറി പിടിപ്പിച്ചതാണ്. കണ്ട, നല്ലൊരു കളറല്ല ഇതിൻ്റെ, ഒരു പീച്ച് കളറുള്ള ഒരു നമ്മുടെ ബോൾസൻ ചെടിയാണ്. കണ്ട, ഇത് ഞാൻ ഇതുപോലെ തന്നെ പിടിപ്പിച്ചതാണ്. അധികമൊന്നും ആയിട്ടില്ല. ഇതും ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ. നല്ല റിസൾട്ടാണ് ഇതുപോലെ പിടിപ്പിച്ചാലായിട്ട്. അപ്പോൾ ഞാൻ വേറെ ആദ്യം ഞാനത് പിടിപ്പിച്ച് കാണിക്കാം. ആദ്യം പിടിപ്പിച്ച് വിടണ്ടേ. ഇത് കണ്ടോ, ഇത് നമുക്ക് എവിടെ വേണേലും നമുക്ക് എടുത്തുകൊണ്ട് പോകാമെന്നുള്ളതാണ് ഒരു രസം. കാരണം ഒട്ടും വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഒരുപാട് ഉറുമ്പുണ്ട് കേട്ടോ, കൈക്കൂടി ഉറുമ്പ് കയറുന്നു. അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇതിന് നമുക്ക് കട്ടിങ്സ് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ചകിരിച്ചോറിനകത്ത് നമുക്ക് നിറച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് ഇതിപ്പോൾ കണ്ടപ്പോഴത്തേനും വീഡിയോ കിട്ടുന്നുള്ളതേ ഉള്ളൂ. കേട്ടോ, നിറയെ ബ്രാഞ്ചസ് ഉണ്ട്, നിറയെ മുട്ടുകളുമുണ്ട്. ഈ മഴക്കാലമായിട്ട് കുറച്ച് പൂക്കൾ കുറവെങ്കിൽ പോലും ഇനിയിപ്പം വെയിൽ സമയമാകുമ്പോൾ നിറയെ പൂക്കളുണ്ടാകും. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ ഈ നിസാരമായിട്ട് കണ്ടോ, ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണം പൊക്കിക്കൊണ്ട് പോവാം. പിന്നെ നമുക്ക് ഇടയ്ക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേന് ഇതുപോലെ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര മനോഹരമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. പിന്നെ വേറൊരു സംശയം എല്ലാവരും ചോദിച്ചായിരുന്നു, നമ്മുടെ നിലത്ത് വെച്ചാൽ ബഡ് റോസ് പിടിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. നിലത്ത് വെച്ച ബഡ് റോസ് ഒക്കെ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള പൂ, ഇഷ്ടം പോലെ നിറയെ മുട്ടുകൾ വരുന്നുണ്ട്. കണ്ടോ, ഇതിലെല്ലാം ബ്രാഞ്ചസ് നിറയെ മുട്ടും വരുന്നുണ്ട്. ഈ മുട്ടും വരുന്നുണ്ട്. ഇതുണ്ടോ, കുഞ്ഞ് ബഡ് റോസിൽ പോലും പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഇത് വേണേൽ കുറേ പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയുണ്ട്. ഒത്തിരി പൂവുണ്ടായിരുന്നു. ഉണ്ടോ, ഇത് പിന്നെയും പുതിയ തളിർപ്പ് വരുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ നല്ല ഫെർട്ടിലൈസർ, ഞാൻ ആ ഫെർട്ടിലൈസറിൻ്റെ എല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണണം. പിന്നെ ഞാൻ ഇതുണ്ടോ 10 മണി കട്ടിങ്സൊക്കെ ഇതുപോലെ ഇതുണ്ടോ, ഇത് 10 മണിയുടെ കട്ടിങ്സാണ്. മറ്റേ 10 മണി ഉണ്ടല്ലോ, ഏതാ 10 ഞാൻ എല്ലാത്തിനും ഈ 10 മണി എന്നാണ് പറയുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ ഞാൻ കട്ടിങ്സ് ഇതുപോലെ ചകിരിച്ചോറിനകത്ത് പിടിപ്പിച്ചതാണ്. കണ്ടോ, വെറും ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ, ഒട്ടും മണ്ണില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചകിരിച്ചോറിനകത്ത് ഇങ്ങനെ പിടിപ്പിച്ച് ഇപ്പോൾ വെച്ചാൽ വെയിലുള്ള സമയമാകുമ്പോൾ നല്ലതായിട്ട് പൂക്കളിട്ട് നിൽക്കും, നല്ല ഭംഗിയായിട്ടും കാണാം. കേട്ടോ, അപ്പോൾ 2 ചട്ടിക്കകത്ത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ
മഴ സമയത്ത് 10 മണിക്ക് കുറച്ച് പൂക്കൾ കുറവാണെന്നറിയാമല്ലോ. അപ്പം ഈ വെയിലാകുമ്പോഴത്തേന് നല്ലപോലെ പൂക്കളുണ്ടാകും. അപ്പം ഇതുപോലെ 10 മണിച്ചെടി കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഏത് 10 മണിച്ചെടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിതുപോലെ ചകിരിച്ചോറിൽ ഏറ്റവും നല്ല ചാണകപ്പൊടി ഇട്ട് കൊടുക്കണ്ട. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനകത്ത് പുല്ല് കയറി കിളിക്കും. അതുകൊണ്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണ്ട. ചകിരിച്ചോറ് മാത്രം കുറച്ച് മണ്ണും കുറച്ച് ചകിരിച്ചോറും അതുപോലെ തന്നെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലതായിട്ട് ഇതുപോലെ കിളിക്കും കേട്ടോ, നല്ല ഭംഗിയായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.